ഇത്രയും സൗന്ദര്യവൽക്കരിച്ച് ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പണിക്കാർ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ സൂപ്പറായിരിക്കണം ഇവിടെ. വേണ്ടിയില്ല ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ ഒക്കെ വെച്ച് നല്ല സെറ്റായിരിക്കും. പക്ഷേ ഇവിടുത്തെ ബീച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ബീച്ചിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ബീച്ചിൻ്റെ അവസ്ഥ. മാലിന്യ കൂമ്പാരം. കണ്ട ബീച്ചിൻ്റെ അവസ്ഥ ഉണ്ട്. അപ്പോൾ ഈ ബീച്ച് ഇങ്ങനെ നമ്മളിപ്പോൾ ചില വിദേശ ബീച്ചുകളൊക്കെ കാണുന്നുണ്ട്, എത്ര വൃത്തിയുണ്ടെന്ന് അറിയും. വിദേശ നാടുകളിലൊക്കെ മാലിന്യമില്ല, അതാണ് മെയിനായിട്ട്. അപ്പോൾ ഇവിടെ ഈ ബീച്ച് എത്ര ഇതാക്കിയിട്ട് നോക്കിയാൽ ഇതാ ബീച്ചിൻ്റെ ഇവിടെ ഇത് ഇങ്ങോട്ട് മാലിന്യം, കവറുകളും മറ്റും പ്ലാസ്റ്റിക് കുപ്പി. അപ്പോൾ അത് ജനങ്ങൾ മറ്റേ മനസ്സ് വെച്ചാലേ എന്താവുള്ളൂ, ഇത് വൃത്തിയായി കിട്ടുള്ളൂ. അല്ലാതെ സർക്കാരിനെ കൊണ്ടൊന്നും ഇത് കഴിയൂല. സർക്കാരൊക്കെ അല്ലെങ്കിലേ കടത്തിലാണല്ലോ, ഇത് വൃത്തിയാക്കാനൊന്നും കഴിയൂല. അപ്പോൾ മാലിന്യം ഇടണോല് ശ്രദ്ധിക്കുക. ഈ കവറൊക്കെ വാങ്ങാൻ മാസത്തിൽ 2 മാസം കൂടുമ്പോൾ ഒരു വെറും 50 റുപ്യൻ്റെ ചിലവല്ലുള്ളൂ. കവർ വാങ്ങാൻ ആളിൽ വരുന്നില്ല, അവർക്ക് കൊടുത്താൽ പോരെ. എന്തിന് വെറുതെ ഇത് ഫിഷർമാൻ്റെ നെഞ്ചത്തേക്ക് തള്ളണത്? ഇനിയിപ്പോൾ ഇവിടെ വല വീശിയാലും മറ്റുള്ള ജോലികൾ വലളക്കണ മീൻ പിടിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ മൊത്തം കവറും വേസ്റ്റും പമ്പേഴ്സും കൊണ്ട് ഒരു കഥകളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സ് വെക്കാം. നിങ്ങൾ മനസ്സ് വെച്ചാലേ ഇത് വൃത്തിയാവുള്ളൂ. നമ്മളമായിട്ടുള്ള വ്യക്തികൾ ആളുകൾ മനസ്സ് വെച്ചാലേ ഈ ബീച്ചൊക്കെ ഒന്ന് വൃത്തിയാവുള്ളൂ. അല്ലാതെ കണ്ടമാനം കോടിക്കണക്കിന് ഉറുപ്പ്യ ചിലവാക്കി ഇങ്ങനെ ബീച്ചാക്കിയിട്ട് കാര്യമില്ല. ഇതാണ് അവസ്ഥ. ആളുകൾ ഇരുന്ന് സംസാരിക്കണ്, യോഗ്യം ചെയ്യണ്, ഒക്കെ ചെയ്യണ്ട്. ആളുകൾ ഇരിക്കണ നേരെ താഴെതാ വേസ്റ്റ് കണ്ടോ, ചെരുപ്പ്, പ്ലാസ്റ്റിക് ബോട്ടിൽ. ഇതാണ് സ്റ്റെപ്പ് ഇറങ്ങണ ഭാഗത്തെല്ലാം കണ്ടില്ലേ? ഇതാണ് അവസ്ഥ കേട്ടോ. എല്ലാവരും ഒന്ന് മനസ്സിലാക്കാം. ഇതാണ് ചാലിയത്തെ ഇപ്പോഴത്തെ അവസ്ഥ. ചാലിയം മലവെള്ളപ്പാച്ചിലിൽ ഓരോ ആളുകൾ തള്ളണ മാലിന്യങ്ങളും കവറും മറ്റുള്ള എല്ലാ വേസ്റ്റുകളും ചാലിയം തീരത്താണ് അടിഞ്ഞ് കൂടുന്നത്. ചാലിയം എത്ര ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ നോക്കിയാലും ഈ മാലിന്യങ്ങൾ അടിഞ്ഞു കൂടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് കണ്ടില്ലേ, എത്ര മാലിന്യങ്ങൾ കൂമ്പാരാണ് ഇവിടെ അടിഞ്ഞു കൂടിയത്. ഇതിൻ്റെ അകത്ത് ഈ മലവെള്ളപ്പാച്ചിൽ ഒഴുകി വരുന്ന വിറക്, മരങ്ങൾ, മറ്റുള്ള എല്ലാ സാധനങ്ങളൊക്കെ അതുമുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ കത്തിക്കാൻ വിറകും ഇതൊക്കെ വാരിക്കൂട്ടുണ്ട്. പിന്നെ പല പ്ലാസ്റ്റിക് കുപ്പി, കവറുകൾ, വേസ്റ്റുകൾ ഇതൊക്കെ അടിഞ്ഞു കൂടിങ്ങാണ്ടാണ് ചാലിയത്തുള്ള ഈ ബീച്ച് നാശമായി. കണ്ടേ എത്ര വൃത്തി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ 2 ആഴ്ച മുമ്പ് വിട്ട വീഡിയോയിൽ എത്ര വൃത്തി ഉണ്ടായിരുന്നു ചാലിയം. ഇപ്പോഴാ ഇങ്ങനായി. അപ്പോൾ ആളുകൾക്ക് നടക്കാൻ വരെ പറ്റാത്ത അവസ്ഥയിലായി. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്നാൾ ആ വീഡിയോയിൽ ഒരു അപേക്ഷ പറഞ്ഞത്, നിങ്ങൾ മാലിന്യങ്ങൾ തള്ളരുത്. നമ്മൾ കടലിലെ മക്കൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതാ ഇവിടെ വിറകിന് ക്ഷാമല്ല. ഇതുകൊണ്ടിട്ട് പെണ്ണുങ്ങൾ കൊട്ടയിൽ വാരി നടക്കാണ് വിറക്. ഇഷ്ടം പോലെ വിറകുണ്ട്. പെണ്ണുങ്ങൾ ഇങ്ങനെ വാരി കൊണ്ടുപോയിട്ട് അപ്പുറം നല്ല വൃത്തിയുള്ള സ്ഥലത്ത് കൂട്ടിയിടും. പിന്നീട് വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ കത്തിക്കാൻ എടുത്തുകൊണ്ടുപോകും ഇവിടുന്ന്. നമ്മളെ മോദി സർക്കാരിന്റെ ഗ്യാസും കുറ്റി വാങ്ങണേക്കാട്ടി ലാഭമുള്ള പരിപാടിയാണ് കേട്ടത്. ഇതൊക്കെ വലിയ കുന്നായിട്ട് തന്നെ കിടക്കുന്നുണ്ട് വിറക്. കടലിൽ വരുന്ന എല്ലാ വേസ്റ്റും നമ്മൾ കടലിലിടുന്ന സാധനം കടലിൽ പോവും എന്നാരും വിചാരിക്കണ്ട. ഇതേപോലെ പാവപ്പെട്ട ഫിഷർമാൻ്റെ നെഞ്ചത്തേക്ക് വരേ ചെയ്യുള്ളൂ. കടലിൽ ഒരു സാധനം അവിടെ നിൽക്കില്ല. കടൽ അതിനെ ഊറ്റിയെടുത്തിട്ട് ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും കരയിൽ
ഇതേപോലെ കൊണ്ടാങ്ങാണ്ട് കയറ്റിയിടും. അത് ഏത് കരയിലാന്നുള്ളത് പറയാൻ പറ്റില്ല. എന്തായാലും ഫിഷർമാൻ്റെ നെഞ്ചത്തേക്കാണ് ഇത് കയറ്റിയിടല്. അപ്പോൾ മാലിന്യങ്ങൾ കൊണ്ട് തള്ളണ ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ കവറും വേസ്റ്റും ചണ്ടിയെല്ലാം കൂടി നിങ്ങളവിടെ നിസ്സാരം കവറൊന്ന് പുഴ വക്കത്ത് കൂടി വണ്ടിമ്മൽ ഓടുമ്പോൾ അങ്ങോട്ട് വെള്ളത്തിൽ കാണ്ട് എറിയും. ഇത് എത്തെന്ത് വെടുക്കാണ്. ഇതുകൊണ്ട് എത്ര ബുദ്ധിമുട്ടുണ്ട്. ഇത് കണ്ട് ഒരുപാട് ചെരുപ്പുകളും എന്തൊക്കെ വേസ്റ്റുകളുണ്ട്. ഇതൊക്കെ അതിൽ നിന്ന് പെറക്കിയിട്ട് അവിടെ കടൽ കയറ്റിയതിന് നല്ലത് നോക്കിയാണ്ട് കത്തിക്കാനും വേണ്ടി പെറക്കി വെച്ചാണ്. അപ്പോൾ ഇതൊക്കെ ഇനി വേനൽക്കാലം ആകുമ്പോൾ വേനൽക്കാലം വരെ ഇത് ഇവിടെ തന്നെ കിടക്കും. എന്നിട്ട് വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ ആളുകൾ കത്തിക്കാൻ ഉണങ്ങിയത് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഉപയോഗിക്കും. ഇതൊക്കെ കടലിൽ കയറിയ മുട്ടിക്കഷ്ണങ്ങൾ, മരക്കഷ്ണങ്ങളൊക്കെയാണ്. ഇടയ്ക്ക് നല്ല മരങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇടയ്ക്ക് നല്ല മരങ്ങളും വല്ലപ്പോഴൊക്കെ കിട്ടാറുണ്ട്. ഇതൊക്കെ വിറക് നല്ല നല്ല വിറക് പിടിച്ച് കയറ്റിയാണ്. അപ്പോൾ വിറക് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. വിറക് ഇവിടെ കിടന്നിട്ട് നശിച്ചു പോകും ഇനി ആരും കൊണ്ടുപോയിട്ടില്ലെങ്കിലും. മറ്റുള്ള കവറും പ്ലാസ്റ്റിക്കും അങ്ങനെ വേണ്ട സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് വേർതിരിച്ചിട്ട് ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് വേർതിരിച്ചിട്ട് വെറും പ്ലാസ്റ്റിക് മാത്രമേ ഒരു ഭാഗത്ത് കയറും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ശാല്യം മനോഹരമായ നാടാണ്. നല്ല ബീച്ചൊക്കെ ഇപ്പോൾ ഡെവലപ്പാക്കിന് ഒക്കെയാണ്. പക്ഷേ മഴക്കാലം വരുമ്പോൾ ഇതാണ് അവസ്ഥ. ഏറിയ വിറകും ചണ്ടിയും. അപ്പോൾ പറഞ്ഞേ മറക്കണ്ട, ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പുഴയിലൊക്കെ മാലിന്യം തള്ളണ ആളുകളുണ്ടെങ്കിൽ കണ്ടില്ലേ, ഞാനിത് വെറുതെ പറഞ്ഞല്ല. ഇതൊക്കെ പമ്പേഴ്സാണ് കുട്ടികൾ ഉപയോഗിക്കുന്നത്. ഈ പമ്പേഴ്സ് മാത്രം ഇവിടെ ഇഷ്ടം പോലെ അടിഞ്ഞിരിക്കണം. ഇതൊക്കെ ഒഴിവാക്കണ ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുന്നതല്ല. ഇതിപ്പോൾ കടൽ ഞാൻ പറഞ്ഞില്ലേ, ഓരോ സാധനം വേർതിരിച്ചുകൊണ്ട് കടൽ കരയിൽ കയറ്റുന്നു. ഇത് പമ്പേഴ്സ് മാത്രമാണ്. ഇത് ഫുള്ള് പമ്പേഴ്സാണ്. കുറച്ച് വെള്ളത്തിലുണ്ട്, ഇങ്ങോട്ട് കയറാനുണ്ട്. അതൊക്കെ പമ്പേഴ്സാണ്. അപ്പോൾ ഇതൊക്കെ ഇടണവരൊന്ന് ശ്രദ്ധിക്കുക. അത് നിങ്ങളെ വീട്ടിൽ നിങ്ങളെ പരിസരത്തോടെങ്കിൽ തന്നെ കുഴിച്ചു മൂടാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കുക. അല്ലാതെ ഇത് മറ്റുള്ളവൻ്റെ നെഞ്ചത്തേക്ക് എറിയരുത്. വേണ്ടിയില്ലേ, മൊത്തത്തിൽ പമ്പേഴ്സൊക്കെ എടുക്കണേ. ഇക്കാക്കനെ പറഞ്ഞോ. ഇത് കണ്ടില്ലേ, പല പൊങ്ങണില്ല, വേസ്റ്റ് കൂടിയിട്ട്. കടലിലെ വേസ്റ്റ്